السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും അങ്ങനെ ഹറാം ചെയ്താലുള്ള ഫിദ്യകളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്നുള്ളത് 5 പഞ്ചസ്തംഭങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്നാണ് ഇഹ്റാം എന്നുള്ളത്. ആ ഇഹ്റാം നമ്മുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും ആ ഇഹ്റാം ഫസാദായി പോകും. ആ പ്രവർത്തനങ്ങൾ ചെയ്യൽ ഹറാമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ്, ഒരാൾ ഇഹ്റാം കെട്ടിക്കൊണ്ട് വത്ത് ചെയ്താൽ ആ വത്ത് ചെയ്യലോടുകൂടി അയാളുടെ ഹജ്ജ് ഫസാദായി പോകും. അതുപോലെ ഒരാൾ ഇഹ്റാം കെട്ടിയതിന് ശേഷം നിക്കാഹ് ചെയ്യുകയോ നിക്കാഹ് ചെയ്തു കൊടുക്കുകയോ ചെയ്യലും ഹറാമാണ്. അതിന് മഹാന്മാർ തെളിവായി പറയുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഒരാൾ ഇഹ്റാം കെട്ടിയാൽ സുഗന്ധം ഉപയോഗിക്കലും ഹറാമാണ്. അത് വസ്ത്രത്തിലാവട്ടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലാവട്ടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ കസ്തൂരി പോലത്തെ അല്ലെങ്കിൽ കർപ്പൂരം പോലത്തെ പനിനീർ പോലെയുള്ള സുഗന്ധമുള്ളതാണെങ്കിലും അത് ഉപയോഗിക്കൽ ഹറാമാണ്. അതുപോലെ ഒരാൾ തലയിൽ എണ്ണ പുരട്ടലും ഹറാമാണ്. ആ എണ്ണ മണമുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എങ്ങനെയുള്ളതാണെങ്കിലും ഒരാൾ എണ്ണ പുരട്ടലോടുകൂടി അയാൾക്ക് ഫിദ്യ കൊടുക്കേണ്ടി വരും. അതുപോലെ ഒരാൾ തന്റെ മുടി നീക്കം ചെയ്താൽ, അത് താടിയുടെ മുടിയാവട്ടെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള മുടിയാവട്ടെ എങ്ങനെയുള്ളതാണെങ്കിലും അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു മുടി നീങ്ങിയാൽ അദ്ദേഹം ഫിദ്യ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഒരാൾ തലമറക്കലും. ഒരാൾ തലമറച്ചാൽ അദ്ദേഹത്തിന് ഫിദ്യ കൊടുക്കൽ അനിവാര്യമാണ്. അതുപോലെ കാരണങ്ങളൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കലും ഹറാമാണ്. ഇനി ശക്തമായ ചൂട് അല്ലെങ്കിൽ ശക്തമായ തണുപ്പ് പോലെയുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കാമെങ്കിലും അദ്ദേഹം അതിന്റെ മേലിൽ ഫിദ്യ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് മുടി ഒരാൾ പ്രയാസത്തിന് വേണ്ടി മുടി നീക്കിയാലും പ്രയാസങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് മുടി നീക്കാം. പക്ഷേ അങ്ങനെ നീക്കിയാലും ഫിദ്യ കൊടുക്കേണ്ടി വരും. അതുപോലെ സ്ത്രീകള് അവരുടെ മുഖം മറക്കലും ഹറാമാണ്. പുരുഷന്മാർക്കല്ല, സ്ത്രീകള് മുഖം മറക്കലും ഹറാമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലുകൊണ്ട് അവരുടെ മേലിൽ ഫിദ്യ നിർബന്ധമാകും. ഒരാൾ ജിമാ അല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ അവരുടെ മേലിൽ ഒരു ആടിനെ അറക്കലാണ് അവരുടെ ഫിദ്യ. ഇനി ആടിനെ അറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം 3 സ്വാഅ് ഭക്ഷണം ഹറമിലുള്ള 6 മിസ്കിന്മാർക്ക്, അതായത് ഒരാൾക്ക് അര സ്വാഅ് വെച്ച് ഒരാൾക്ക് അദ്ദേഹം ഫിദ്യയായി നൽകണം.
അല്ലെങ്കിൽ അദ്ദേഹം 3 ദിവസം നോമ്പെടുക്കണം. ഈ 3 കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരാൾ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ഹറാമാണെന്ന് അറിയാതെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുടികളയൽ, നഖം മുറിക്കൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന്റെ മേൽ ഫിദ്യ നിർബന്ധമാണ്. അതുപോലെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തുടർച്ചയായി 3 മുടി നീക്കുകയോ 3 നഖം വെട്ടുകയോ ചെയ്താൽ ഒരു പൂർണ്ണമായ ഒരു ഫിദ്യ തന്നെ അദ്ദേഹം കൊടുക്കണം. ഇനി 1 മുടി ആണെങ്കിൽ 1 മുദ്ദ് ഭക്ഷണം കൊടുക്കണം. 2 മുടിയാണെങ്കിൽ 2 മുദ്ദ് ഭക്ഷണം കൊടുക്കണം. ഇനി ജിമാ കൊണ്ടാണ് അദ്ദേഹം ഇഹ്റാം ഫസാദാക്കിയതെങ്കിൽ അദ്ദേഹം ഒരൊട്ടകത്തെ ഫിദ്യായി കൊടുക്കണം. അത് ഉലുഹിയത്തിന് മതിയായ ഒട്ടകമായിരിക്കണം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ പ്രശ്നമില്ല. ഇനി ഒട്ടകം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു മാടിന് കൊടുക്കണം. ഇനി ഒരു മാടിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് 7 ആടിന് കൊടുക്കണം. ഇനി ഇതിനൊന്നിനും പറ്റുന്നില്ലെങ്കിൽ ഒരു ഒട്ടകത്തിന്റെ വില കണക്കാക്കിയിട്ടുള്ള അത്രയും തുകയിലുള്ള ഭക്ഷണം അദ്ദേഹം സ്വതക്കയായി കൊടുക്കണം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കണക്കനുസരിച്ചുള്ള ഭക്ഷണത്തിൽ നിന്ന് ഓരോ മുദ്ദ് ഭക്ഷണത്തിനും പകരമായിട്ട് അദ്ദേഹം ഓരോ നോമ്പ് നോക്കണം. എന്നാലും ജിമായിൽ ഏർപ്പെട്ട സ്ത്രീക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും നിർബന്ധമില്ല. പക്ഷേ അവളും കുറ്റക്കാരിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു തആല നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ കൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.